ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഒരു വർഷത്തെ നീണ്ട പ്ലാനുകൾക്കൊടുവിൽ നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുവാണ്. ഫൈനലി ട്രിപ്പ് സക്സസ്ഫുള്ളി നമ്മൾ പോയി എന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. നമ്മുടെ ICU ടീമായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. സോ കുറേ നേരം പോസ്റ്റ് അടിച്ചു. രാവിലെ 7:30 എത്തണം എന്ന് പറഞ്ഞ് എല്ലാവരും പെറുക്കി പോയപ്പോഴത്തേനും 8:20 ഒക്കെ ആയി. സോ ഞങ്ങൾ വന്നിട്ട് വേലു സാറിൻ്റെ വണ്ടിയിലാണ് കേട്ടോ കയറിയത്. ഡോക്ടേഴ്സിൻ്റെ കാറ് പിന്നെ ബ്രദേഴ്സൊക്കെ ബൈക്ക് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ കേട്ടോ പോയത്. ഇത് നമ്മുടെ മണിപ്പാലിൻ്റെ ഔട്ട് ലുക്കാണ്. ഞങ്ങൾ മൈസൂർ മണിപ്പാലിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. സോ ബ്രാഞ്ച് മാറിപ്പോണ്ട 10-38 ഹോസ്പിറ്റൽസ് ഓൾ ഓവർ ഇന്ത്യ ഉള്ളപ്പോൾ ഏത് മണിപ്പാലെന്ന് ഓർത്ത് നിങ്ങൾ കൺഫ്യൂസ് അടിക്കേണ്ട, മൈസൂർ മണിപ്പാലാണ്. സോ ഒരു വർഷത്തെ എന്താ പറയുക പ്ലാനിങ് ആണ്. പോകാമെന്ന് പറഞ്ഞ് കുറേ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഫൈനലി ഓഗസ്റ്റ് 3 ഞങ്ങളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 3 ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ടു ഓൾ. ഫ്രണ്ട്ഷിപ്പ് ഡേന് തന്നെ ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷം. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് ഉള്ളിലോട്ടാണ്. കുറച്ച് ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ഒരു റിസോർട്ടാണ്. എവിടെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ചില കാഴ്ചകളൊക്കെ കണ്ടു. ഇതൊരു ഫേമസ് അമ്പലമാണെന്ന് തോന്നുന്നു. നമ്മുടെ ആ പാറക്കെട്ടിൻ്റെ ഏറ്റവും മണ്ടയ്ക്കാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സ്റ്റെപ്സ് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് ഇതാണ് കേട്ടോ. ഇതെങ്ങനെ പോകേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടെ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടെങ്കിൽ, ഈ സ്ഥലത്തിനെക്കുറിച്ച് വലിയ ധാരണയുണ്ടെങ്കിൽ, ഈ പ്ലേസ് ഈ അമ്പലം അറിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ചെയ്തത്. നമ്മൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ക്യൂ മാംഗോ ഫോറസ്റ്റ് റിസോർട്ടിലോട്ടാണ്. ഞങ്ങൾ എന്താ പറയുക, ഫസ്റ്റ് സാർ നന്നായിട്ട് സ്പീഡിൽ വണ്ടി ഓടിക്കും. എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, ബാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്കും പതിയെ ബാക്കത്തെ വണ്ടിക്കാരൊക്കെ തിരിച്ചെത്തി. സോ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഗ്യാപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ എത്താൻ തന്നെ കുറച്ച് ഏകദേശം വൈകിയായിരുന്നു. പക്ഷെ അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുവാണ്. കൂടെ നമ്മുടെ ദീപുവും സ്നേഹചേച്ചിയും അപ്പും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. സോ നല്ല രസമായിരുന്നു. നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ടീമായിട്ടൊക്കെ പുറത്ത് പോകണമല്ലോ, അപ്പോഴല്ലേ ഒരു വൈബ് ഉണ്ടാവുള്ളൂ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. രാവിലത്തെ ഫുഡ് ഒരു രക്ഷയിൽ അടിപൊളിയാണ്. എന്തൊക്കെ അവിടെ നിന്ന് കഴിച്ചു എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ മതി. സോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇതൊക്കെ കുത്തി കയറ്റുന്നില്ല. സോ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പ്ലാൻ വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ബാക്കി ആക്ടിവിറ്റീസിലിട്ട് വ്ളോഗ് എടുക്കുന്ന ഈ ഫോൺ സ്പോൺസർഡ് ബൈ നമ്മുടെ ദീപിക ചേച്ചിയാണ്. ഈ ഫോണിയും എന്നെയും ചേച്ചിയാണ് ഇപ്പോൾ പൊന്നുപോലെ നോക്കുന്നത്. അല്ല ചേച്ചി, കൂടെ നമ്മുടെ സ്നേഹ ചേച്ചിയും ഉണ്ട്. ഫോൺ വീഴാതിരിക്കാനാണ് അവരടുത്ത് നിന്ന്. പിന്നെ പുറകിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള വാനരപ്പെട്ടാളങ്ങൾ മൊത്തം ഉണ്ട്. നമ്മുടെ ICU ടീം എല്ലാവരും ഉണ്ട്. അങ്ങനെ താളമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൈഡിൻ്റെ അടുത്തേക്ക് പോയി അങ്ങ് നിന്നു. ഇങ്ങനെയാണ് പറയുക, ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ വള്ളി കയറി തൂങ്ങാം, എവിടെയൊക്കെ പോയി മാന്താം, എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞുതരും. അത് പ്രകാരം ഞങ്ങൾ നേരെ ഫസ്റ്റ് വള്ളി കയറി തൂങ്ങാൻ വേണ്ടി പോയത് സിപ്പ് ലൈനിലോട്ടാണ്. നമ്മുടെ ICU HOD മതീഷ് സാറാണ് കേട്ടോ ആദ്യം കയറാൻ വേണ്ടി പോണേ. പുള്ളിക്കാരൻ കയറിയിട്ട് എല്ലാം കറക്റ്റാണെന്നൊക്കെ നോക്കി സെറ്റാണെങ്കിൽ മാത്രം പുറകെ ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ അവിടെ എത്തിയപ്പോഴത്തേന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അഭിയാണനാണ് കേട്ടോ ആദ്യം വന്ന്. പിന്നെ മതീഷ് സാർ കയറിയിട്ട് പറഞ്ഞു, എവറിത്തിങ് ഇസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കുറച്ച് പേര് വരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 4-5 പേര് പോട്ടേന്നേ, അല്ലെങ്കിൽ വീഴാതിരിക്കുമോ എന്തെങ്കിലുമൊക്കെയാണെന്ന് അറിയണമല്ലോ. നെക്സ്റ്റ് വരാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടൊരു വ്യക്തിയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ തന്നെയാണ്. കണ്ടോ കയ്യിൽ ഫോണൊക്കെ പിടിച്ച് എന്തൊക്കെ എൻ്റെ പൊന്നോ എനിക്ക് വയ്യ. എനിക്ക് എന്താ പറയുക, ഭയങ്കര ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. എനിക്ക് അത്ര ഹൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ. മെയിനായിട്ട് അത്ര ഹൈറ്റ് ഇല്ലായിരുന്നു. എനിക്ക് പേടിക്കേണ്ട അളവിനുള്ള അത്രയ്ക്ക് ഹൈറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ വള്ളി തൂങ്ങി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, കുരങ്ങിനെ പോലെ. എന്ത് രസാലേ, ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം. ദിസ് ഈസ് ആർ ICU ഇൻചാർജ്. പുള്ളിക്കാരനാണ് നമ്മുടെ ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തേക്കണേ. What is your experience regarding the trip so far? What you feel? Actually, come on. Odi. Actually, come here. Actually, brother. So, let's go for next trekking ആണോ? ട്രക്കിങ്ങിനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, യെസ്, കയറ്. യാ, ഓക്കെ. ഇപ്പൊ കാടും മലയും കയറി ട്രക്കിങ്ങിന് പോവാണ്. നമ്മുടെ കൂടെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചേച്ചിയുണ്ട്. ഇനി ഒരു ദിവസം കൊണ്ട് ചേച്ചി 10 കിലോ കുറയ്ക്കുന്ന പറഞ്ഞിട്ടുണ്ട്. അല്ലേ ചേ? ഇവിടെ എന്തോ കൊട്ടിയത്. ഇപ്പൊ കന്നഡത്തിൽ എന്തെങ്കിലും പറയും.
ಸೊ ಈಗ ನಾವು ಬೆಟ್ಟ ಹತ್ತಕ್ ಹೋಗ್ತಾ ಇದೀವಿ. ಒಳ್ಳೆ ಖುಷಿಯಾಗಿದೆ. ಗುಹೆಗೆ ಹೋಗ್ತಾ ಇದೀವಿ. ಅಲ್ಲಿ ಕಾಡ್ ಮಧ್ಯೆ ನಾವು ಒಳ್ಳೆ ಆಗಿ 1 year ಇಂದ ಬರ್ಬೇಕು ಅಂತ ಅನ್ಕೊಂಡಿದ್ವಿ. ಬರಕ್ಕಾಗಿಲ್ಲ. ಇವತ್ತು ಅದಕ್ಕೆ ಕಾಲ ಕೂಡ್ ಬಂದಿದೆ. ಇವತ್ತು ನಾವು ಎಂಜಾಯ್ ಮಾಡಕ್ಕೆ ಇದೊಂಥರ ಒಳ್ಳೆ ಟೈಮ್ ಅಂತ. ಇವತ್ತು ಫ್ರೆಂಡ್ಶಿಪ್ ಡೇ ದಿನ, ಆಗಸ್ಟ್ 3ನೇ ತಾರೀಕು ನಾವು ಇವತ್ತು ಪ್ಲಾನ್ ಮಾಡಿ ನಮ್ಮ ಇಲ್ಲಿಗೆ ಕಳ್ಸಿಕೊಟ್ಟಿದ್ದೇನೆ. അപ്പൊ ആർക്കെങ്കിലും കന്നഡ മനസ്സിലായാൽ കമന്റ് ബിലോ. മൈ ജി എഫ് അല്ല എന്തുവാടേ ഇത്? നിങ്ങക്ക് മൾട്ടി എന്താ പറയാ എല്ലാ ലാംഗ്വേജുള്ള ആൾക്കാരും നമ്മുടെ ഐസി ടീമിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കന്നഡ അറിയുമെങ്കിൽ കമന്റ് ബിലോ. ഇവിടെയല്ല, ബിലോ മൈ കമന്റ് ബോക്സ്. പ്രേം ബ്രദർ ആഞ്ഞു കയറിക്കേ. പ്രേം ബ്രദർ കമ്മണൊക്കെ പറഞ്ഞ് പ്രേം ബ്രദർ ഫ്രണ്ടിൽ പോണു. സ്നേഹ സിസ്റ്റർ എവിടെ? സ്നേഹ ചേച്ചി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ കലോറീസ് നഷ്ടപ്പെടുമെന്നാണ്. സ്നേഹ സിസ്റ്റർ ചേച്ചി തിരി ദേ വീണു. എല്ലാം കൂടെ ഉരുണ്ടും മരണ്ടൊക്കെ വളഞ്ഞു പോകുന്നു. ഞാൻ പുറകിൽ മറിഞ്ഞു വീണാൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ ക്ലിൻഡപ്പൻ ഉണ്ട് അവിടെ. എവിടെ ക്ലിൻഡപ്പാ? നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ധൈര്യത്തില് ദീപുവിന്റെ ഫോണുമായി ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് മേലെത്തി. ഇതാണ് കേട്ടോ മേലത്തെ വ്യൂ. അടിപൊളിയാണ്. നമ്മുടെ പുതിയ സ്റ്റാഫാണ് കേട്ടോ. ജസ്റ്റ് ജോയിൻ ചെയ്ത് 2 ദിവസമായിട്ടുള്ളൂ. അപ്പത്തേന് എന്തൊരു ഭാഗ്യമല്ല ട്രിപ്പിനൊക്കെ വരാൻ പറ്റിയത്. ഞാൻ 1 കൊല്ലം വെയിറ്റ് ചെയ്തു ഈ ട്രിപ്പിന് വേണ്ടി. അങ്ങനെ ഫൈനലി നമ്മൾ ടോപ്പിലെത്തി. ഈ വള്ളിയൊക്കെ പിടിച്ച് തൂങ്ങി ഇറങ്ങലാണ് കേട്ടോ അടുത്ത നമ്മുടെ ആക്ടിവിറ്റി. സോ ഫസ്റ്റ് വേലു സാർ പോകാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ പുറകെ തന്നെ വെച്ച് പിടിച്ചു. എനിക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള വല്ലാത്ത തുരയുണ്ടായിരുന്നു. ഞാനും വരുണും ഷാക്കി എല്ലാവരും കൂടിയാണ് കേട്ടോ കയറാൻ വേണ്ടി പോയത്. ഞാൻ അവിടെ വിചാരിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ആ പാറയിൽ മേലെ താഴോട്ട് വന്നാൽ മതി എന്നാണ് വിചാരിച്ചത്. ചെന്ന് മേലെ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളി എന്ന് വെച്ചാൽ ഇത്രയും ദൂരം ഇറങ്ങണം. ഞാനോർത്ത് തീർന്ന് കാറി പൊളിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? വലിയ കാര്യത്തിൽ വന്നതല്ലേ, അപ്പം ശരി ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ വലിയ കാര്യത്തിൽ വരുവാണ്. എനിക്ക് ഈ വ്ളോഗ് എടുത്ത് തന്നത് മാധേവ് സാറാണ്. താങ്ക് യു സോ മച്ച് സാർ. ഐസിൽ HOD ഒക്കെയാണ് വ്ളോഗ് എടുത്ത് തരുന്നത്. എനിക്കിതൊക്കെ ഡ്രീമാണോ എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എനിവേ സാർ എനിക്ക് കഷ്ടപ്പെട്ട് കൊച്ചിന് വേണ്ടി എനിക്ക് അവിടെ ഇരുന്ന് രാഖി സാറും മാധേവ് സാറും കൂടി ഇരുന്ന് വീഡിയോ ഫുള്ളും എടുത്ത് തന്നു കേട്ടോ. പിന്നെ ഞാനും വരണും കൂടെ ഇങ്ങനെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കാലൊന്ന് സ്കിട്ടായി. നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവും. എന്നുവെച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് എനിക്ക് പേടിച്ചൊന്നുമില്ല, ഞാൻ പേടിച്ചു. നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാൻ എത്തിപ്പെട്ടു. പിന്നെ വരുൺ തത്തി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷെ മണ്ടേന്ന് ആ ടോപ്പ് വ്യൂ അടിപൊളിയായിരുന്നു. അതൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ഒരു റിസോർട്ടാണ്. സോ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ വേണ്ടി. ഫുള്ളും പച്ചപ്പും. അത് മെയിനായിട്ട് മാംഗോ ട്രീസ് ആണ് കേട്ടോ അവിടെ ഫുള്ളും കൂടുതലുള്ളത്. മാംഗോ ട്രീസ് എന്നൊക്കെ, മാവ്, നമ്മുടെ സ്വന്തം മാവ്, അതന്നെയാണ് കൂടുതലുള്ളത്. അങ്ങനെ ഇതാ പ്രവീൺ ബ്രദർ ഈ സംഭവം 2 വട്ടം ചെയ്തു കേട്ടോ. 1 വട്ടം ചെയ്തത് പോരാഞ്ഞിട്ട് വീണ്ടും പോയി ചെയ്തു. ധൈര്യം നമ്മൾ സമ്മതിച്ച് തന്നെ കൊടുക്കണം. പുള്ളിക്കാരൻ ഹായൊക്കെ പറഞ്ഞ് താഴെത്തി. ബോയ്സിനൊക്കെ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. അവരാരും പേടിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഗേൾസിന് ലക്ഷ്മി സിസ്റ്റർ കയറിയപ്പോൾ പുള്ളിക്കാരി എത്ര പേടിച്ചതായിട്ട് തോന്നിയില്ല. ഞാനും മോനിയൊക്കെ നന്നായിട്ട് പേടിച്ചു. ബിക്കോസ് ഇവിടെ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാട്ടോ നമുക്ക് പേടി വരുന്നത്. അവിടെ കാല് ചെറുതായിട്ടൊന്ന് സ്കിട്ടാവുന്ന പോലെ ഫീൽ ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ എൻ്റെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എഫക്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ലക്ഷ്മി സിസ്റ്റർ വളരെ കൂളായിട്ട് ഇറങ്ങിയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എനിക്ക് കിട്ടിയില്ല ക്ലിപ്പ്. സോ പുള്ളിക്കാരി പക്ഷേ പേടിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ദൊരയണ്ണൻ ഇവരൊക്കെ സിമ്പിളായിട്ട് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയായിട്ട് ലൈക്ക് ബോട്ടിൽ കയറാമെന്നുള്ളൊരു എന്താ പറയുക എൻഡിലോട്ട് എത്തിയിരിക്കുന്നു. സോ ഫസ്റ്റ് നമ്മുടെ സ്നേഹ ചേച്ചിയും പ്രേം ബ്രദറും കൂടെയാണ് പോയത്. അവിടുന്ന് എൻ്റെ അമ്മേ എന്നൊരു സൗണ്ട് നിങ്ങൾക്ക് കേട്ടെങ്കിലും അത് പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് എന്താ പറയുക കാരി പൊളിച്ചതാണ്. വിട്ടേക്ക് കാര്യമാക്കണ്ട. അതിനുശേഷം ഞാനും ഷാക്കിയും കൂടെ വലിയ കാര്യത്തിൽ പോയതാണ്. തുഴയാനും അറിഞ്ഞുകൂടാ, നീന്താനും അറിഞ്ഞുകൂടാ. ഇവിടുന്ന് വീണ എന്താകും, ഞാൻ ഉള്ള കർത്താവിനെയൊക്കെ വിളിച്ചിട്ടാണ് കയറിയത്. പിന്നെ ഇവൻ ബാക്കിലുള്ളത് കൊണ്ട് വീണ പിടിച്ചോളെന്ന് പറഞ്ഞത് കൊണ്ടും ഞാൻ കയറിയതാണ്. പക്ഷേ വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഊട്ടിയിൽ ജനിച്ചു വളർന്ന എനിക്ക് അവിടെ റൈഡും കാര്യങ്ങളും ഉണ്ടായിട്ട് ഞാനിതൊരിക്കും പോയിട്ടില്ല. പക്ഷെ ഇവിടേക്ക് വന്ന് കയറിയപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ഫൈനലി സക്സസ്ഫുള്ളി ഞാൻ എവിടെയും വീഴാതെ, ഉരുളാതെ, മറിയാതെ, നീന്താതെ തിരിച്ചെത്തി. അങ്ങനെ പോയവർ ഓരോരുത്തരായിട്ട് തിരിച്ചിങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ ജിൻസിസ്റ്ററിൻ്റെയും അഭിയാണൻ്റെയും മറ്റേ ബോട്ട് കാറ്റ് കൊണ്ടുപോയതാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്ന് വിളിച്ചപ്പോൾ ഇവർ തുഴഞ്ഞ് അപ്പുറത്തെ കുറ്റിക്കാട്ടിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫൈനലി ജിൻസേച്ചി പറഞ്ഞു മടുത്ത് എങ്ങനെയൊക്കെയോ പുള്ളിക്കാരി ബോട്ടും കൊണ്ട് കരയിലെത്തി കേട്ടോ.
പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ മേല് മൊത്തം വെള്ളമൊക്കെ ആയി. ഞങ്ങൾ പിന്നെ ആ കല്ല് നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷേ മേല് ഡ്രസ്സൊക്കെ ഭയങ്കര ഇതായതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് കയറിയിരുന്നു. ഫുള്ളും ടാൻ ആയിട്ടോ, അതാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല ടാൻ അടിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ പൂളിലോട്ട് ചാടാനുള്ള ഒരു തയ്യാറെടുപ്പുകളിൽ കയറിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ കുറച്ച് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടേഴ്സ് അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പൂൾ. ഇവിടെയാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ചാടാൻ പോകുന്നത്. കണ്ടോ 3-2-1 എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കുറച്ചേറെ റീൽസുകൾ എടുത്തു. ഇതിൻ്റെയൊക്കെ കൊറിയോഗ്രാഫി നമ്മുടെ സ്വന്തം ജിൻ ചേച്ചിയാണ്. ആ മൂന്നാമത്തെ നിൽക്കുന്നത് പുള്ളിക്കാരിയാണ് കേട്ടോ, ജിൻ ചേച്ചി. പുള്ളിക്കാരിയാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിപ്പിച്ച് പാവം കുറേ പാടുപെട്ടു. പുള്ളിക്കാരി 10 ടേക്ക് എടുത്തു. ഒരാൾ ലെഫ്റ്റ് പറയുമ്പോൾ ഒരാൾ റൈറ്റ് പോകും, ഒരാൾ റൈറ്റ് പോകുമ്പോഴത്തേനും ഇനിയൊരാൾ ലെഫ്റ്റ് പോകും. അങ്ങനെ ഫൈനലി എങ്ങനെയൊക്കെയോ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കി. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ കയറി കളിച്ച് ഫുൾ നല്ല ക്ലോറിൻ വെള്ളമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരോ ചോദിച്ചായിരുന്നു, ഇപ്പം ആരെങ്കിലും മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവും, ഈ വെള്ളമൊക്കെ എല്ലാം കൂടെ മിക്സ് ആവില്ലേന്ന്. അത് നേരാണ്, പക്ഷേ നമ്മളങ്ങനെ ചെയ്യില്ലായിരിക്കില്ലേ. പിന്നെ ഇതാ പ്രവീൺ ബ്രദർ വന്നിട്ട് മാധവ് സാറിനെ കൊണ്ട് വെള്ളത്തിൽ കയറി ഡുമോ എന്ന് പറഞ്ഞ് ചാടി മിണ്ടാതെ അവിടെ മൂലയ്ക്ക് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനെ പിടിച്ചാണ് കേട്ടോ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട്. പിന്നെ ഇതാ രേഷ്മി മാമിനെ കൊണ്ട് ഞങ്ങൾ റീൽസ് എടുപ്പിക്കുന്ന ഇതാണ്. ഈ സംഭവം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി കാണും. ആർക്കെങ്കിലും ഇതെന്താ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നു. ഫുട്ബോൾ കാലും കൊണ്ട് കളിക്കുക, ഇത് ഞങ്ങൾ കൈകൊണ്ട് കളിച്ചു. ഇതിനിപ്പോൾ എന്താണെന്ന് വിളിക്കുക, വോളിബോൾ എന്ന് വെക്കാം. ഞങ്ങൾ വോളിബോൾ കളിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, കുറച്ച് നേരം വെള്ളത്തിലേക്ക് മുങ്ങി. അതിനിടയ്ക്ക് നമ്മൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ കണ്ട ചില വീഡിയോ ക്ലിപ്സുകളാണ് ഇതൊക്കെ, അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു റീൽ എടുക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ചാടാൻ പറഞ്ഞു. ആദ്യമേ ഞാനെടുത്ത് അങ്ങ് ചാടി. പിന്നെ നോക്കുമ്പോൾ ആരും ചാടുന്നില്ല, എല്ലാവരും പേടിച്ച് അവിടെ നിൽക്കുക. പിന്നെ ഐഡിയ പറഞ്ഞു ജിൻ ചേച്ചി ലാസ്റ്റ് ശരി ഞാൻ ചാടിയില്ലെങ്കിൽ മോശമാവില്ലെന്ന് ഓർത്ത് പിടിച്ച് ചാടി. അങ്ങനെ ആ റീലെടുക്കുന്ന ഫ്ലാപ്പായി പോയി. പിന്നെ അതിന് ശേഷം റെയിൻ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച്. മനോജ് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഈ വെള്ളം എൻ്റെ മൈൻഡിൽ ഈ അടിയിൽ പോകുന്ന വെള്ളം റിവോർട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു. സോ അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എന്താ പറയുക ഡോക്ടേഴ്സ് ടീം ടു സ്പോൺസർ ദിസ് ട്രിപ്പ് ആൻഡ് ആസ് വെൽ as ഷാക്കി ആൻഡ് പ്രവീൺ ബ്രദർ ടു ഓർഗനൈസ് everything. And thanks for everyone. അപ്പോൾ ഇതിലുള്ള guys, thanks for watching. Bye.